ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. രാവിലെ തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അപ്പോൾ ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് തന്നെ തിരക്കുകളും ഓട്ടപ്പാച്ചിലുകളും ഒന്നുമില്ല. നല്ല സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പത്തിരി ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉറട്ടി ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉറട്ടിയും പത്തിരിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടി മുട്ട ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ടൈം സേവിങ്ങുമാണ്. കൂടാതെ നമ്മുടെ ഗ്യാസ് നന്നായിട്ട് സേവ് ചെയ്തെടുക്കാം. സാധാരണ മുട്ട ബോയിൽ ചെയ്യാനായിട്ട് 15 മിനിറ്റ് വേണം. പക്ഷേ കുക്കറിലാണെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട. 2 വിസിലിൽ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിട്ട വെള്ളത്തിലാണ് നമ്മൾ മുട്ട വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കർ ചെറുതായിട്ടൊന്ന് കറക്കും. പത്തിരിക്കുള്ള മാവെല്ലാം ഞാൻ കുഴച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരി പ്രസാറിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കരുതിയത്. ഞാൻ കണ്ട വീഡിയോയിലും അങ്ങനെയായിരുന്നു. പക്ഷേ ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. പക്ഷേ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ ഈ മിൽമയുടെ കവറ് മുകളിലും താഴെയും വെച്ച് അതിൻ്റെ ഇടയിൽ മാവ് വെച്ചിട്ട് നല്ല വെയിറ്റുള്ള ഒരു പാത്രം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തു. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ, നല്ല റൗണ്ട് ഷേപ്പിൽ വന്നു. പിന്നെ ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു. കാരണം അത് ഇതുപോലെ നല്ല പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കാം. അങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞങ്ങളൊന്ന് പോത്തങ്കോട് ചന്തയിലേക്ക് പോയി. കിങ്ങിണിക്കുട്ടി കുറച്ച് നാൾ കൊണ്ട് പറയുന്നുണ്ട് അവൾക്ക് കിഴങ്ങും മീൻകറിയും വേണമെന്ന്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ചന്തയിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും വണ്ടറടിച്ചു പോയി. മീൻ വാങ്ങാൻ വന്നിട്ട് ഒരൊറ്റ മീൻകാരെ പോലും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചന്തയുടെ പുനർനിർമ്മാണം പ്രമാണിച്ച് ഏകദേശം 1 മാസത്തോളമായി പോത്തങ്കോട് ബസ് സ്റ്റാൻഡിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ മീൻ കച്ചവടക്കാരൊക്കെ വിൽപ്പനയ്ക്ക് ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ 50 രൂപയുടെ വെട്ടുമലക്കറിയൊക്കെ വാങ്ങി മീൻ കച്ചവടക്കാരുടെ അടുത്തേക്ക് പോയി. മാർക്കറ്റിൽ തന്നെ പോലീസുകാരുടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിരിക്കും എന്ന് കരുതുന്നു. കാരണം നമ്മുടെ പോത്തങ്കോട് മാർക്കറ്റിൽ ഒരുപാട് ബംഗാളികൾ സാധനം വാങ്ങാൻ വേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് 60% ബംഗാളികളെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ കിഴങ്ങ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ അടുത്ത് നല്ല പാവയ്ക്ക ഇരിക്കുന്ന കണ്ടു. പിന്നെ ചേട്ടൻ അപ്പോൾ പാവയ്ക്ക വേണം. ചേട്ടൻ ഒരു പാവയ്ക്ക ഭ്രാന്തനാണ്. പക്ഷേ ഞാനും കിങ്ങിണിക്കുട്ടിയും പാവയ്ക്ക വിരോധികളാണ്. കിങ്ങിണിക്കുട്ടിയെ ചേട്ടൻ നിർബന്ധിച്ച് പാവയ്ക്ക കഴിപ്പിക്കാറുണ്ട് കേട്ടോ, പാവം. പക്ഷേ ഞാൻ കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ കഴിക്കാറുണ്ട്, അതിൻ്റെ ആ ഒരു കയ്പും ചില സമയത്ത് മാത്രം. എന്നാലും എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിളാണ് പാവയ്ക്ക. ഒത്തിരി ഗുണങ്ങളുള്ളതാണ്, എന്നാലും എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ചൂരമീൻ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം കിഴങ്ങിൻ്റെ കൂടെ എപ്പോഴും വലിയ മീനിൻ്റെ കറിയാണല്ലോ കോമ്പിനേഷൻ. ചെറിയ മീൻ മോശമെന്നല്ല, എന്നാലും ഞങ്ങൾക്കിഷ്ടം വലിയ മീനാണ്. അപ്പോൾ ചൂര നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം മീൻ കച്ചവടക്കാരും മീനും വളരെ കുറവായിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കൊട്ടുവടി ചൂര, അതായത് ഞങ്ങളുടെ ഇവിടെ കൊട്ടുവടി ചൂര എന്നാണ് പറയുന്നത്, ഇതാണ് വാങ്ങിയത്. ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല, ചൂരയാണെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര ഒരു കഷ്ടം തന്നെയാണ് ഇവരോട് ഈ കാണിക്കുന്നത്. കാരണം വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഇവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം മഴയാണെങ്കിൽ അവരുടെ സാധനങ്ങളെല്ലാം നനയുകയും അവർക്ക് വാരിക്കൊണ്ട് ഓടിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെയിലാണെങ്കിലോ അത് ഈ വെയിലടിച്ച് പച്ചക്കറിയും മീനും എല്ലാം നാശമായി പോകുന്നുണ്ട്. അപ്പോൾ പലരും വന്ന് നോക്കിയിട്ട് കൊള്ളില്ല, വാടിയതെന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നപ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ഇവരെ മാറ്റിയത് ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു. പോലീസ് ചെക്കിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടു. അപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാനത് ഒട്ടും നിരസിച്ചില്ല. കാരണം ഞാനൊരു ചായഭ്രാന്തിയാണല്ലോ. പിന്നെ എണ്ണക്കടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ചായ കുടിക്കാനായിട്ട് ഞാൻ നിന്നു. നിലവിലെ പച്ചക്കറിയുടെയും മീനിൻ്റെയും വില അനുസരിച്ച് നമുക്ക് 500 രൂപയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും മീനും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ 500 രൂപ ചലഞ്ചിൽ ഞാൻ തോറ്റുപോയി. ഞങ്ങൾ വീട്ടിലെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നില്ലാത്ത പേമാരിയും മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീൻ കറിക്കുള്ള കാര്യങ്ങളിലോട്ട് കടന്നു. ഞാനിന്ന് മീൻ മുളകിട്ടാണ് കറി വയ്ക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് സാധാരണ തേങ്ങ അരച്ചുള്ള കറിയാണ്. ഈ മീൻ മുളക് കറി പലർക്കും, തിരുവനന്തപുരംകാർക്ക് പലർക്കും സുപരിചിതവും ആയിരിക്കില്ല. എനിക്ക് തന്നെ, ഞാൻ തന്നെ ഈ അടുത്തിടെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം മീൻ മുളക് കറിയാണ്. പക്ഷേ ചേട്ടന് ഇഷ്ടം മീൻ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാണ്. അപ്പോൾ മീൻ മുളക് കറി ഭയങ്കര ഈസിയുമാണ്. പിന്നെ അത് മുളക് കറി വെക്കാനായിട്ട് നമുക്കെപ്പോഴും ഈ ചൂര, പാര, പിന്നെ നമ്മുടെ നെയ്മീൻ, അങ്ങനത്തെ കുറച്ച് കഷ്ണ മീനുകളായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്.
അപ്പോൾ മീൻകറി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കിഴങ്ങിൻ്റെ പരിപാടികളിലേക്ക് നോക്കാം. കിഴങ്ങ് ഞാനിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മാമിയെയാണ് ആലോചിച്ചത്, അതായത് അച്ഛൻ്റെ അനിയത്തി. ഞങ്ങൾ കുഞ്ഞിലെ ഇങ്ങനെ മാമിയുടെ വീട്ടിൽ പോകുമ്പോൾ മാമി നല്ല കിഴങ്ങ് മീൻകറി ഉണ്ടാക്കി തരും. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം അന്നൊക്കെ ഇങ്ങനെ നാടൻ ഭക്ഷണമാണല്ലോ കൂടുതലും. ഇന്നല്ലേ ചിക്കൻ ബിരിയാണി മന്തി അങ്ങനെ കുറേ ആഹാരങ്ങളുള്ളത്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അങ്ങനെ കിഴങ്ങെല്ലാം അരിഞ്ഞ് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായ കറിവേപ്പിലയും മുളകും പറിച്ചെടുക്കാൻ വേണ്ടി പോവാം. മുളക് ഞാൻ കുറച്ച് പൊട്ടിച്ചെടുക്കുന്നുള്ളൂ, കാരണം എരിവ് ഒത്തിരി ആയാലും കിങ്ങിണിക്കുട്ടിയും കൂടി കഴിക്കേണ്ടതല്ലേ. അവൾക്ക് മാത്രമല്ല എനിക്കായാലും ചേട്ടനായാലും ഒരുപാട് എരി ഇഷ്ടമല്ല. പിന്നെ മീൻകറിക്കായാലും ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കിഴങ്ങിന് വേണ്ടുന്ന അരപ്പെല്ലാം അരച്ചെടുത്തു, കാരണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. കറണ്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പോഴത്തേക്കും കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങും മീൻകറിയും ഒക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിങ്ങിണിക്കുട്ടി മണിച്ചിത്രത്താഴിലെ ശോഭനയെ പോലെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ഫാൻസി ഐറ്റംസും അവളുടെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇടയ്ക്ക് അവൾ തന്നെ ഇതെല്ലാം വലിച്ചു വാരിയിടും. അവളെ കൊണ്ട് തന്നെ ഞാൻ തിരിച്ചെല്ലാം അറേഞ്ച് ചെയ്ത് വെപ്പിക്കുകയും ചെയ്യും. അവൾക്കും അതൊരു ടൈം പാസ് ആണ്. പിന്നെ 2 ചീപ്സ് ഉണ്ട്. ഇത് എനിക്ക് പണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന ചീപ്പും ഇപ്പൊ ഞാൻ പഠിക്കുന്ന സെക്കൻഡിലാണ്. നമുക്ക് ഈ ട്രിപ്പ് ഇട്ടു. അങ്ങനെ ഉച്ചയായപ്പോൾ നല്ല കിഴങ്ങും മീൻ മുളകിട്ട കറിയും കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഏകദേശം ഒന്ന് മാറിയായിരുന്നു. അങ്ങനെ ചേട്ടനും കിങ്ങിണിക്കുട്ടിയും കൂടി റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഉള്ള കൊതുകിൻ്റെ കടിയെല്ലാം കൊണ്ടതല്ലാതെ റംബൂട്ടാൻ വലിയ മിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. മഴ പെയ്ത് വെള്ളം കയറിയതിൻ്റെ ആണോ എന്നറിയില്ല, ഒട്ടും മധുരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അതിൽ നിന്നത് അത്രയും ഞങ്ങൾ പറിച്ചില്ല, കാരണം വലിയ ടേസ്റ്റ് ഇല്ലല്ലോ. പിന്നെ പറിക്കേണ്ട ആവശ്യമില്ല, കിളികളും അണ്ണാനും ഒക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങളിത് അങ്ങനെ പറിക്കാറില്ല, ഞങ്ങൾക്ക് കിട്ടാറുമില്ല. മിക്കവാറും കിളികൾ കൊണ്ടുപോകലാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.